ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 19. മേരിയും ജോസഫും ജെറുസലേമിലേക്ക് യാത്രയാകുന്നു. അവർ എലിസബത്തിനെ സന്ദർശിക്കാൻ പുറപ്പെടുന്നത് ഞാൻ കാണുന്നു. മേരിയെ കൊണ്ടുപോകുന്നതിന് ജോസഫ് വരുന്നു. 2 ചെറിയ കഴുതകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് മേരിക്ക്, ഒന്ന് തനിക്ക്. ഒരു മൃഗത്തിന്റെ പുറത്ത് സാധാരണ ജീനിക്ക് പിറകിൽ വേറൊരു ചട്ടം കൂടെ കാണുന്നു. പിന്നീട് എനിക്ക് മനസ്സിലാകുന്നത് അത് സാധനങ്ങളൊക്കെ വയ്ക്കുവാനുള്ള സംവിധാനങ്ങളാണെന്നാണ്. കാരണം മേരിയുടെ വസ്ത്രങ്ങൾ നനയാതെ കൊണ്ടുപോകുവാൻ ജോസഫ് കൊണ്ടുവന്ന തടിപ്പെട്ടി അതിൽ വച്ചു കെട്ടി ഉറപ്പിക്കുന്നു. മേരി ഹൃദയം തുറന്ന് ജോസഫിന് നന്ദി പറയുന്നത് കേൾക്കാം. ദൈവപരിപാലന നൽകിയ ആ പെട്ടിയിലേക്ക് സ്വയം തയ്യാറാക്കി വച്ചിരുന്ന കെട്ടിൽ നിന്ന് വസ്ത്രങ്ങൾ എടുത്ത് മേരി അടുക്കി വയ്ക്കുന്നു. അവർ വാതിലടച്ച് യാത്ര ആരംഭിക്കുന്നു. നേരെ പുലർച്ചെയാണ്. കാരണം ഉദയസൂര്യന്റെ ചെങ്കിരണങ്ങൾ കിഴക്ക് കാണാം. നസ്രത്ത് മുഴുവൻ ഉറക്കമാണ്. വെളുപ്പിന് യാത്ര പുറപ്പെട്ട ഇവർ വഴിയിൽ ഒരാട്ടിടയനെ മാത്രമേ കാണുന്നുള്ളൂ. ഒന്നിനെ തട്ടി തിങ്ങി നീങ്ങുന്ന ആട്ടിൻകൂട്ടം മുഴുവനും തന്നെ കരയുന്നുണ്ട്. ആട്ടിൻകുട്ടികൾ തങ്ങളുടെ നേരിയ സ്വരത്തിൽ കൂടുതൽ ശക്തിയായി കരയുന്നു. നടക്കുന്നതിനിടയ്ക്ക് അവർക്ക് തള്ളയുടെ പാൽ കുടിക്കണം. എന്നാൽ തള്ളമാരാകട്ടെ മേച്ചിൽ സ്ഥലത്തേക്ക് ധൃതിയിൽ നടക്കുകയും കുട്ടികളും വേഗം നടക്കുന്നതിന് ഉച്ചത്തിൽ കരഞ്ഞ് അവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ആട്ടിൻകൂട്ടം കടന്നു പോകുന്നതിനു വേണ്ടി മേരി കഴുതയെ നിർത്തി. അവൾ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അവയെ നോക്കുന്നു. അവൾ കുനിഞ്ഞ് കഴുതയുടെ അടുത്തുകൂടെ പോകുന്ന ആ ശാന്തരായ മൃഗങ്ങളെ വാത്സല്യപൂർവ്വം തലോടുന്നു. ഇടയൻ നടന്നെടുക്കുന്നു. പുതുതായി ജനിച്ച ഒരു ആട്ടിൻകുട്ടി കയ്യിലുണ്ട്. അയാൾ നിന്ന് മേരിയോട് സംസാരിക്കുന്നു. മേരി ചിരിച്ചുകൊണ്ട് ആട്ടിൻകുട്ടിയുടെ മുഖത്ത് തലോടുന്നു. ആട്ടിൻകുഞ്ഞ് തള്ളയെ കാണാതെ വാവിട്ട് നിലവിളിക്കുന്നു. മേരി പറയുന്നു, അത് അതിൻ്റെ അമ്മയെ അന്വേഷിക്കുകയാണ്. ആട്ടിൻകുഞ്ഞെ, ഇതാ നിന്റെ അമ്മ. അവൾ നിന്നെ ഉപേക്ഷിക്കുകയില്ല, തീർച്ചയായുമില്ല. തള്ളയാട് ഇടയനെ ഉരുമ്മിക്കൊണ്ട് അവളുടെ പിൻകാലുകളിൽ എഴുന്നേറ്റ് നിന്ന് കുട്ടിയുടെ മുഖത്ത് നക്കുന്നു. വെള്ളം ഇലയിൽ വീഴുന്ന ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ആട്ടിൻപറ്റം നടന്നു നീങ്ങുന്നു. അവ നടന്നപ്പോൾ പൊങ്ങിയ പൊടിയും അവയുടെ കാൽപ്പാടുകളും പൊടി പിടിച്ച റോഡിൽ കാണാം. ജോസഫും മേരിയും യാത്ര തുടരുന്നു. ജോസഫ് തൻ്റെ വലിയ പുറംകുപ്പായം ധരിച്ചിട്ടുണ്ട്. മേരി ഒരു വരയുള്ള പുതപ്പ് ധരിച്ചിരിക്കുന്നു. കാരണം രാവിലെ നല്ല തണുപ്പാണ്. അവർ ഇപ്പോൾ തുറസായ നാട്ടിൻ പുറത്തെത്തി. കഴുതകൾ രണ്ടും ഒപ്പം നടക്കുന്നു. അവർ വളരെ വിരളമായേ സംസാരിക്കുന്നുള്ളൂ. ജോസഫ് തൻ്റെ പണികളെക്കുറിച്ച് ചിന്തിക്കുന്നു. മേരി സ്വന്തം ചിന്തകളിൽ മുഴുകിയിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് പുഞ്ചിരിക്കുന്നുണ്ട്. ചിലപ്പോഴെല്ലാം അവൾ ചുറ്റുപാട് നോക്കി കാണുന്നു, പുഞ്ചിരി തൂക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ അവൾ ജോസഫിനെ നോക്കുന്നു. അപ്പോഴൊക്കെ ദുഃഖം നിറഞ്ഞ ഗൗരവം മുഖത്ത് സ്ഫുരിക്കുന്നു. എന്നാൽ ഉടനെ അവൾ വീണ്ടും പുഞ്ചിരി തൂക്കിക്കൊണ്ട് ദൈവം നൽകിയ തൻ്റെ സംരക്ഷകനായ ജോസഫിനെ നോക്കുന്നു. ജോസഫ് അപൂർവമായി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. സംസാരിക്കുന്നത് തന്നെ മേരിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നന്വേഷിക്കുവാൻ മാത്രം. എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് തിരക്കുന്നു. ഇപ്പോൾ വഴിയിൽ ആളുകളുടെ എണ്ണം കൂടി വരുന്നു. പ്രത്യേകിച്ച് ഒരു ഗ്രാമത്തോട് അടുക്കുമ്പോഴും ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോഴും. എന്നാൽ ഇരുവരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നു. നല്ല തണലേകുന്ന ഒരു കുറ്റിക്കാടിനരികിൽ അവർ യാത്ര നിർത്തി. തണലിലിരുന്ന് കുറച്ച് റൊട്ടിയും ഒലിവും കഴിക്കുന്നു. അടുത്തുള്ള ഉറവയിൽ നിന്ന് വെള്ളം കുടിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം കൂടി യാത്ര നിർത്തി. പെട്ടെന്ന് ആകാശത്ത് ഒരു കറുത്ത മേഘം, കനത്ത മഴ. മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ മലയുടെ അടിയിൽ ഉന്തി നിൽക്കുന്ന ഒരു പാറയുടെ മറവിൽ അവൾ തങ്ങുന്നു. ജോസഫ് തൻ്റെ പുറംകുപ്പായം വെള്ളം പിടിക്കാത്തത് മേരിക്ക് നൽകുന്നു. ജോസഫ് നിർബന്ധിച്ചതിനാൽ മേരി അത് ധരിക്കുന്നു.
ജോസഫ് ജീനിയിലുണ്ടായിരുന്ന ഒരു ചെറിയ കരിമ്പടമെടുത്ത് തലയും തോളുകളും മൂടുന്നു. കരിമ്പടം കഴുതയുടേതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ മേരിയെ കണ്ടാൽ ഒരു സന്യാസിനിയാണെന്ന് തോന്നും. ആകെ മൂടി മുഖം മാത്രം കാണാം. മഴ കുറയുന്നു. എന്നാൽ കുറേശ്ശെ പെയ്ത് നീണ്ടു നിൽക്കുന്നു. ചെളി നിറഞ്ഞ വഴിയിലൂടെ അവർ യാത്ര തുടരുന്നു. സ്വല്പം കഴിഞ്ഞപ്പോൾ സൂര്യൻ പ്രകാശിക്കാൻ തുടങ്ങി. വസന്തകാലമാണ്. യാത്ര കൂടുതൽ സുഖകരമായി തുടങ്ങി. കഴുതകളും ഉത്സാഹത്തോടെ നടക്കുന്നു. വേറൊന്നും ഞാൻ കാണുന്നില്ല. ദർശനം ഇവിടെ അവസാനിക്കുന്നു.